മഹാനായ പ്രവാചകൻ മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്ത തൗറാത്ത് എന്ന പടച്ചതമ്പുരാന്റെ വേദഗ്രന്ഥത്തിൽ അല്ലാഹു പറഞ്ഞതായിട്ട് കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ പറയാൻ പോകുന്ന കാര്യമൊന്ന് ശ്രദ്ധിക്കണേ. ഇന്ന് എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ തൗറാത്ത് വായിച്ചപ്പോൾ ആ തൗറാത്തിനകത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അല്ലാഹു മൂസാ നബിയുടെ സമുദായത്തോട് പറയുകയാണ്, അല്ലയോ മനുഷ്യരെ, അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങളങ്ങ് തൃപ്തിപ്പെട്ടാൽ ഈ വാക്കൊന്ന് ഗൗനിച്ചു കേൾക്കണേ, ഈ വാക്കൊന്ന് ശ്രദ്ധയോടെ കേൾക്കണേ. ഇന്ന് എന്റെ അവസ്ഥ ഇതാണ്, നിങ്ങളുടെ അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെ അവസ്ഥയും ഇതാണ്, മുഴുവൻ ബിസിനസ്സുകാരുടെയും അവസ്ഥ ഇതാണ്, മുഴുവൻ കച്ചവടക്കാരുടെയും സമ്പന്നന്റെയും അവസ്ഥ ഇതാണ്. അല്ലാഹുവിന്റെ തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തില് മൂസാ നബിയോട് പടച്ചതമ്പുരാൻ പറയുകയാണ്, യാ മൂസാ, അങ്ങ് ജനതയോട് പറയണം, ഞാൻ നിങ്ങൾക്ക് തന്നത് നിങ്ങളങ്ങ് തൃപ്തിപ്പെട്ടാൽ എന്ന് പറഞ്ഞാൽ, പെങ്ങളെ, നിങ്ങൾക്ക് ടെറസിട്ട വീട്ടില്, കോൺക്രീറ്റ് ഇട്ട വീട്ടിലാണ് കിടക്കാനുള്ള ഭാഗ്യം തന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് അതങ്ങ് തൃപ്തിപ്പെടണം. അതല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഒരു ബഹുനില കെട്ടിടമാണ്, ഒരു വലിയ ഫ്ലാറ്റാണ്, ഒരു വലിയ ഫ്ലാറ്റാണ്. അത് നിങ്ങൾ ചിന്തിക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം വേണ്ട. നിങ്ങൾക്ക് കിടക്കാൻ ഓടിട്ട വീടാണ് അല്ലാഹു തന്നത്. അൽഹംദുലില്ലാഹ്, തൃപ്തിപ്പെടണേ, തൃപ്തിപ്പെടണേ. അതല്ലാതെ മണിമാളികയിലേക്ക് നിങ്ങളെ കണ്ണുമാറൽ പോകല്ലേ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓല കെട്ടിയ വീട്ടിലാണ് കിടക്കാൻ വിധിയെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് അപ്പറേ തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് റബ്ബ് തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ നിങ്ങളുടെ ഹൃദയത്തിനും നിങ്ങളുടെ ശരീരത്തിനും ഞാൻ റാഹത്ത് തരുന്നതാണ്. മനസ്സിനകത്ത് സന്തോഷമാണ്, ശരീരത്തിന് ആരോഗ്യമാണ്. കാരണമെന്തേ? സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് പാതിരാത്രി ഉറക്കമൊഴിയൂല, വാരിക്കൂട്ടാനുള്ള വെപ്രാളം നിങ്ങൾക്കില്ല. എനിക്ക് എന്റെ പടച്ചവനെ തന്നതപ്പറയാണ്. അൽഹംദുലില്ലാഹ്, ഈ ഒരു ചിന്തയോടെ ജീവിക്കുമ്പോ നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും വലിയ സന്തോഷമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വാന്ത മഹ്മൂദുൻ ഇന്ദി, ഞാൻ നിന്നെ എന്റെ അടുക്കൽ സ്തുതിക്കപ്പെട്ടവനാണ്. ഇനി നേരെ മറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കണേ. അല്ലാഹു പറയുന്നു, വൈല്ലമ തറല ബിമാ ഖസംതു ലക, ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടിട്ടില്ല, ഞാൻ നിനക്ക് തന്നത് നീ തൃപ്തിപ്പെട്ടിട്ടില്ല. അതുകൊണ്ടല്ലേ പലിശയ്ക്ക് പണമെടുക്കുന്നത്, അതുകൊണ്ടല്ലേ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത്, അതുകൊണ്ടല്ലേ രാവും പകലുമില്ലാതെ ഓടി നടക്കുന്നത്. ഞാൻ നിനക്ക് തന്നതിൽ നീ തൃപ്തിപ്പെട്ടില്ല എങ്കിൽ സല്ലത്തു അലൈക ദുനിയാ, അല്ലാഹു പറയുന്നു, ദുനിയാവിനെ നിനക്ക് ഞാൻ അധികാരപ്പെടുത്തുന്നതാണ്. പിന്നെ നമ്മളെ ഭരിക്കുന്ന പണമാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്നത് വീടാണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സമ്പത്താണ്, പിന്നെ നമ്മളെ ഭരിക്കുന്ന നമ്മുടെ സ്വർണ്ണാഭരണമാണ്. ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും, ഇത് നമ്മളെ ഭരിക്കാൻ തുടങ്ങും. ദുനിയാവിനെ അല്ലാഹു അധികാരപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ, അല്ലാഹു പറയുന്നു, ഹത്താ തർകുല ഫീഹാ കറഖലിൽ വഹിശി ഫിൽ ബരിയ. അല്ലാഹു പറഞ്ഞത്ര കറക്റ്റാണ്, അല്ലാഹു പറഞ്ഞത്ര കൃത്യമാണ്. അല്ലാഹു പറയുന്നു, ഹത്താ തർകുല ഫീഹാ കറഖലിൽ വഹിശി ഫിൽ ബരിയ. കരയിലൂടെ മൃഗങ്ങൾ ഓടി നടക്കും പോലെ നിങ്ങൾ ഓടി നടക്കുമെന്നാണ്. ചില കച്ചവടക്കാരെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? ചില സമ്പന്നര് പറയൂലേ, ഉസ്താദേ, പല്ല് തേച്ചിട്ട് ആഴ്ചകളായി, ബാത്റൂമിൽ പോയിട്ട് മാസങ്ങളായി, ഞാൻ വല്ലതും കഴിച്ചിട്ട് ആഴ്ചകളായി, ഒന്നുറങ്ങിയ കാലം മറന്നു ഉസ്താദേ. എന്താ പറ്റിയത്? ഒരു കട തുറക്കുമ്പോൾ അടുത്ത സ്ഥാപനത്തിൽ നിന്ന് വിളി വരികയാണ്, അവിടെ പോകും. അവിടെ ചെല്ലുമ്പോൾ അടുത്ത കടയിൽ നിന്ന് വിളി വരുന്നു, അവിടെ പോകുന്നു. ഇവിടെ ബംഗാളിയാണ്, അവിടെ മലയാളിയാണ്, അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ കുഴപ്പക്കാരാണ്. എന്റെ കണ്ണില്ലെങ്കിൽ അവര് മോട്ടിക്കും, എന്റെ കണ്ണില്ലെങ്കിൽ അവര് കച്ചവടമോ കുഴിതോണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കരയിലൂടെ മൃഗങ്ങൾ ഓടും പോലെ ഓടുന്നില്ലേ? അല്ലാഹു പറയുകയാണ്, എന്റെ വളർമയെ തന്നെയാണ് സത്യം, എന്റെ ഉന്നതിയെ തന്നെയാണ്
സത്യം, ലാ തനാലു മിൻഹാ ഇല്ലാ മാ ഖദ്ദറതു ലക, ഞാൻ നിനക്ക് നിശ്ചയിച്ചതല്ലാതെ നിനക്ക് ഒന്നും നേടാൻ പറ്റൂല. ഇനി എത്ര ഓടിയാലും അല്ലാഹു നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്. ഇനി എത്ര ഓടിയാലും പടച്ചോ നമുക്കൊന്ന് വിധിച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് കിട്ടൂല. ദുനിയാവ് മുഴുവനും വാരിപ്പിടിക്കാനും വെട്ടിപ്പിടിക്കാനും ഞാനും നിങ്ങളും നെട്ടോട്ടമോടുമ്പോ ഈ ദുനിയാവ് നമ്മളെ ഭരിക്കുമെന്നതിനെ പുറത്ത് ഒന്നും നമുക്ക് നേടാൻ പറ്റില്ലെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗറാത്തിലൂടെ രേഖപ്പെടുത്തിയെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. ശരിയല്ലേ? ഒരു രാജാവിന്റെ മുമ്പിൽ ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, എനിക്കൊന്നുമില്ല, എനിക്കൊന്നുമില്ല. ആ സമയത്ത് രാജാവ് പറഞ്ഞത്, നിനക്കൊന്നുമില്ലേ? അതെനിക്കൊന്നുമില്ല. കണ്ടില്ലേ, കവള് കുടിഞ്ഞു, കണ്ണു കുടിഞ്ഞു, വയറൊട്ടി, എല്ലുന്തി, എനിക്കൊന്നും ഒന്നുമില്ല. ആ സമയത്ത് രാജാവ് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? നിനക്ക് എന്താ വേണ്ടത്? ആ സമയത്ത് അയാൾ പറഞ്ഞു, അത്ര എന്ത് തന്നാലും ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത് കിട്ടിയാലും എനിക്ക് വേണം. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്, നിനക്ക് കുറച്ച് സ്ഥലം ഞാൻ നിനക്ക് തന്നേക്കാം. ആയിക്കോട്ടെ, എനിക്കത് തന്നെയാണ് ആഗ്രഹം. ഇന്നലെ വരെ എന്നെ ആട്ടി ഓടിച്ചവരെയും ഇന്നലെ വരെ എന്നെ തള്ളി പറഞ്ഞവന്റെയും മുമ്പിൽ എനിക്ക് നിവർന്ന് നിൽക്കണം, അഹങ്കാരത്തോടെ എനിക്ക് നിൽക്കണം. അതുകൊണ്ട് കുറച്ച് ഭൂമി തരാൻ പറയുന്നത്. എത്ര വേണം? അത് നിങ്ങളുടെ കാരുണ്യം പോലെ ആയിക്കോട്ടെ. രാജാവ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്ന് നടക്ക്, ഇവിടെ നിന്ന് നടക്ക്. നീ നടന്ന് എവിടെ നിൽക്കുവോ അവിടം വരെ എഴുതി തന്നേക്കാം. ഓ, നമ്മളോടങ്ങാൻ അങ്ങനെ പറഞ്ഞാ പടച്ചോനെ അല്ലേ? നമ്മള് നടക്കും, ഭാര്യ പിന്നാലെ ആഹാരമായിട്ട് ഓടും. നിൽക്കാൻ സമ്മതിക്കുവോ? ഭാര്യ നിൽക്കാൻ സമ്മതിക്കുവോ? നമുക്കിനി കാല് വേദനിച്ചിട്ട് നിൽക്കാൻ ഒരുങ്ങിയാൽ പോലും ഭാര്യ പറയും, ഒരു ചുവടൂടെ അങ്ങോട്ട് വെക്കും, അത്രയും കിട്ടിയ അത്രയായി. അങ്ങനെ ഈ മനുഷ്യൻ നടക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ നടന്ന് 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 കുറച്ചു ദൂരെ എത്തിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഇത്രയും എനിക്കായോ? എന്നാ പിന്നെ കുറച്ചുകൂടെ ആയിക്കോട്ടെ. വീണ്ടും നടന്നു, വീണ്ടും നടന്നു. അങ്ങനെ നടന്ന് 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 ഈ മനുഷ്യൻ ഒരുപാട് ദൂരം, ബഹുദൂരം യാത്ര ചെയ്തിട്ട് ഇയാള് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണെത്താ ദൂരത്തോളം തന്റെ അധീനതയിലായി. അയാള് പിന്നെ നിൽക്കോ? ഒരൊറ്റ ഓട്ടം. അയാൾ ഓടി, അയാൾ ഓടി. അങ്ങനെ ഓടി 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 തെങ്ങും തോട്ടത്തിൽ ഇറങ്ങി, വാഴത്തോട്ടത്തിൽ കയറി, റബ്ബറും തോട്ടത്തിൽ കയറി, കവുങ്ങും തോട്ടത്തിൽ കയറി, എല്ലാ സ്ഥലത്തും ഓടി 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 ഓടി. നിൽക്കുന്നില്ല. പട്ടാളക്കാര് കുതിരപ്പുറത്ത് പോയി. കാരണം എന്താ? അവൻ ആക്രാന്തം കൊണ്ട് ഓടുന്നതാ, എവരാണെങ്കിലോ അളക്കാൻ വേണ്ടി ഓടുന്നതാ. അങ്ങനെ ഓടി അവസാനം ഓടി ഓടി കൊട്ടാരത്തിന്റെ മറുവശത്ത് വന്നു. കൊട്ടാരത്തിന്റെ മറുവശത്ത് വന്ന് ഇവൻ അങ്ങനെ അങ്ങ് നിന്നു. പെട്ടെന്ന് ഈത്തപ്പന തടി വീഴുമ്പോൾ ഒരൊറ്റ വീഴ്ചയാണ് കൊട്ടാരമുറ്റത്ത്. വായിലൂടെ നുരയും പതയും വന്നു. ചെന്ന് നോക്കുമ്പോഴേക്ക് ജീവനില്ല. ഇത്രയും ഓടിയാ പിന്നെ മനുഷ്യൻ മരിച്ചു, BP കൂടിയിട്ട്. അങ്ങനെ ഈ മനുഷ്യൻ കൊട്ടാരമുറ്റത്ത് വീണങ്ങ് മരിച്ചപ്പോ ബന്ധുക്കൾ വന്നിട്ട് ചോദിച്ചു, രാജാവേ, ഇയാൾക്ക് കിട്ടുള്ളത് വേറെ ആർക്കെങ്കിലും കിട്ടുമോ? അതാ നമ്മുടെ കാര്യം, നമ്മുടെ അത്യാഗ്രഹം അങ്ങനാണ്. ഇയാൾക്ക് കിട്ടാനുള്ളത് വേറെ ആർക്കെങ്കിലും ബന്ധുക്കൾക്ക് കിട്ടുമോ? രാജാവ് പറഞ്ഞു, ഇല്ല, ഞാനും ഇയാളും തമ്മിലുള്ള ഒരു വാക്കായിരുന്നു. രാജാവ് ചോദിച്ചു, ഇനി എന്ത് ചെയ്യണം? ബന്ധുക്കൾ പറഞ്ഞു, ഇയാളെ കുഴിച്ചിടാൻ ഒരു 6 അടി മണ്ണ് കൊടുങ്ങി, അത്ര മതി. അങ്ങനെ കൊട്ടാരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് മണ്ണ് കുഴിയെടുത്ത് അതിനകത്ത് അടക്കി. ഇത്രയും അയാൾ ഓടിയിട്ട് അയാൾക്ക് ഉപകരിച്ചത് എന്താണ്? 6 അടി മണ്ണ്. ായ പ്രവാചകന് പറയുകയാണ്, സ്വർഗത്തിന്റെ സുന്ദരമായ പറുദീസകളില് പക്ഷികളുടെ ചിറകിലേറിയിട്ട് പക്ഷികളുടെ ചിറകു പോലുള്ള ചിറകുമായി പാറിപ്പർ നടക്കുന്ന ഒരു വിഭാഗത്തെ സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് കാണുകയാണ്. അല്ലാഹുവിന്റെ സ്വർഗമുണ്ടല്ലോ, ആ അനുഗ്രഹീതമായ സ്വർഗത്തിലൂടെ പാറിക്കളിച്ച് നടക്കുന്നതാരാണ്? സഹോദരങ്ങളെ, പക്ഷികളുടെ ചിറകു പോലുള്ള ചിറകുമായിട്ട് കുറെ മനുഷ്യരെ കടന്നു പോകുമെന്നാണ്. ആ സമയത്ത് സ്വർഗത്തിന്റെ പാറാവുകാരായ മാലാകമാര് അത്ഭുതത്തോടെ നോക്കുന്നു, പടച്ചവനെ, എവരെങ്ങനാ സ്വർഗത്തിൽ കടന്നത്? ഞങ്ങളെ കണ്ണുവെട്ടിച്ചവരെങ്ങനാ സ്വർഗത്തിൽ പോയത്? സ്വർഗത്തിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്ന ജോലിയാണ് മഹാനായ റിളുവാൻ
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിലുള്ള മലക്കുകൾക്ക് അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി എന്താണ്? സ്വർഗത്തിൽ ഒരാളെ കടന്നു പോകാൻ പാടില്ല. സ്വർഗത്തിന്റെ വാതിൽക്കല് കാത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, വിശാലമായ ഒരു മൈതാനമുണ്ട്, പേര് മഹ്ശർ എന്നാണ്. ആ മൈതാനത്തിൽ നിന്ന് മഹ്ശറിൽ നിന്ന് ഒരു പാലമാണ് സ്വർഗത്തിലേക്കുള്ളത്. ആ പാലത്തിന്റെ അങ്ങേറ്റം സ്വർഗമാണ്. ആ പാലത്തിന്റെ അടിത്തട്ടിലോ കത്തിയാളുന്ന നരകമാണ്. മഹ്ശറിലെ വിചാരണ കഴിഞ്ഞ്, മഹ്ശറിലെ എല്ലാ വിചാരണയും കഴിഞ്ഞിട്ട് ആ പാലത്തിന്റെ മുകളിലൂടെ കയറ്റിവിടും. മനുഷ്യരെ രക്ഷപ്പെടുമെങ്കിൽ പെട്ടോടാ. ഒരു മനുഷ്യന്റെ തിന്മകൾ കാരണമായി നരകത്തിലേക്ക് ആപതിച്ചു പോകുന്നവരുണ്ട്. എന്നാ ചിലരൊരൊറ്റ ഓട്ടമാണ്, സുബ്ഹാനല്ലാഹ്. ചിലര് മിന്നൽ വേഗത്തിലാണ്, റബ്ബേ അല്ലാഹുവേ. ചിലര് പന്തയ കുതിരയുടെ വേഗത്തിലാ. ചിലര് ഓടിയെന്ന് പോകും, ചിലരോ നടന്ന് 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 സ്വർഗത്തിന്റെ അടുത്തെത്താൻ ഒരുങ്ങും, റബ്ബേ.